ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു സങ്കടവും അതുപോലെ തന്നെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. അതായത് ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പം സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 6 മാസമായി ഞാൻ വീട്ടിൽ വന്നിട്ട് ജോബ് റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം തിരിച്ചു പോവുകയാണ്. അതൊന്നാമത്തെ സങ്കടം. പിന്നെ ബാംഗ്ലൂർക്കാണല്ലോ തിരിച്ചു പോകുന്നത് എന്നോർക്കുമ്പോഴത്തേക്കുള്ളൊരു സന്തോഷം, അവന്മാരെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം. അതാണ് സങ്കടവും സന്തോഷവും നിറഞ്ഞൊരു ദിവസം എന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പം ഞാനിപ്പോൾ കുളിച്ചൊന്നുമില്ല, എഴുന്നേറ്റതേ ഉള്ളൂ. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഒരു 10:15 ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇത്രയും നേരമായിട്ടും ഉച്ചയ്ക്ക് പോവും, എന്നിട്ട് ഞാൻ ബാഗൊന്നും പാക്ക് ചെയ്തിട്ട് പോലുമില്ല. അപ്പം നമുക്ക് ഒട്ടും വയ്ക്കേണ്ട ബാഗ് പാക്ക് ചെയ്യാം. ഈ പുറകെ കാണുന്ന ബാഗില്ലേ, അതിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഈ വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാമാണ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് പാക്ക് ചെയ്യാനായിട്ടുള്ളത്. കുറച്ച് ഫുഡ് ഐറ്റംസും ഒരുപാട് ഡ്രസ്സും പിന്നെ എൻ്റെ കുറച്ച് ഫയലും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. നമുക്ക് ഒട്ടും വയ്ക്കേണ്ട വീഡിയോയിലിട്ടു. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ പെട്ടി. ഇത് സഫാരിയുടെ ഒരു പെട്ടിയാണ്. ഇത് ഞാൻ നേരത്തെ മേടിച്ച് വെച്ചിരുന്നതാണ്, വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പം ഞാനിത് അതിനെ എടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാശി പിടിച്ച് വെച്ചേക്കുമായിരുന്നു. പക്ഷെ എന്തോ നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടി വരുന്നു. എന്തായാലും സാരമില്ല, നമുക്ക് പെട്ടി എന്തായാലും പാക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു പെട്ടി എടുക്കണ്ട, മറ്റേ ട്രാവൽ ബാഗ് ഉണ്ടല്ലോ, അതെടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിംഗ് ലൈറ്റും സ്റ്റാൻഡും ഒക്കെ കൊണ്ടുപോകണം. അപ്പം അതൊന്നും അതിൻ്റെ അകത്ത് ചേരത്തില്ല. അപ്പം പിന്നെ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇതിവിടെ ഇരിക്കുമല്ലോ, ജൂനിയർ ബാൻഡ്രിക്കിനെ പോലെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെന്നാ അങ്ങനെയെങ്കിലും അനങ്ങട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്തോട്ട് കയറ്റാം. റിംഗ് ലൈറ്റ് ഒക്കെ, ഒരു റിംഗ് ലൈറ്റ്, അങ്ങനത്തെ നമ്മുടെ സ്റ്റാൻഡ്, മൈക്ക്, അങ്ങനത്തെ ആ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം നമുക്ക് ഒരു പെട്ടിക്കകത്ത് വെക്കണം. ബാക്കി നമ്മുടെ ഡ്രസ്സ് അങ്ങനത്തെ അതെല്ലാം നമുക്ക് വേറൊരു ഇപ്പുറത്തെ സൈഡിൽ വെക്കണം. പിന്നെ നമ്മുടെ ട്രാവൽ ബാഗ് ഉണ്ടല്ലോ, ട്രാവൽ ബാഗിൻ്റെ അതും എടുക്കുന്നുണ്ട്. ട്രാവൽ ബാഗ് അത് ശരിക്കും ഈ വീഡിയോ എൻ്റെ കൂട്ടുകാരൻ അനന്ത് കാണുന്നുണ്ടെങ്കിൽ സോറിടാ കുട്ട, നിൻ്റെ ബാഗ് ഞാൻ വീണ്ടും കൊണ്ടുപോയി. അവനെനിക്ക് എന്ന് ഞാൻ എറണാകുളത്ത് പോകാൻ നേരത്ത് അവനോട് ബാഗ് ഞാൻ മേടിച്ചതാണ്. അത് എത്രയാ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 മാസമായിട്ടുണ്ട്. ഇതുവരെ ഇട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും എന്താ പറയുക, അവൻ്റെ ട്രാവൽ ബാഗിൻ്റെ അകത്തോട്ട് കുറച്ച് സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കണം. ഞാൻ വിചാരിക്കുന്നത് എൻ്റെ 2 ഷൂ ഉണ്ട്, അപ്പോൾ അതൊന്ന് പൊതിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വെക്കാം. ഇവിടുന്ന് ഷൂ ഇട്ടുകൊണ്ട് പോകണോ അതോ ചെരുപ്പിട്ടുകൊണ്ട് പോകണമെന്ന് അറിയത്തില്ല. ഷൂ ഇട്ടുകൊണ്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഷൂവും ഒരു ചെരുപ്പും നമുക്ക് അതിൻ്റെ അകത്ത് പാക്ക് ചെയ്യാം. പിന്നെന്താ, പിന്നെ ഞാനെല്ലാം കാണിച്ചു തരാം. പിന്നെ ഗൈസ്, ഞാൻ ഇതുപോലത്തെ ഒരു കുഞ്ഞു ബാഗോട് മേടിച്ചു. ഇത് നമുക്ക് ഇങ്ങനെ, നമ്മളിപ്പോൾ ട്രെയിനിനാണ് പോകുന്നത്, അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്. എനിക്കാണെങ്കിൽ എൻ്റെ പോക്കറ്റിൽ പേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു ബാഗാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് പേഴ്സോ, പൈസ, ചെറിയ ചില്ലറ പൈസ ഒക്കെ ഇടാം. പിന്നെ ഇതിൻ്റെ അകത്ത് അത്യാവശ്യമുള്ള, നമുക്കിപ്പം നമ്മൾ എന്തെങ്കിലും സൺസ്ക്രീനോ അല്ലെങ്കിൽ ലിപ് ബാമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെക്കാം. പിന്നെ മെയിനായിട്ട് കുട വെക്കാം. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുടയും കുറച്ച് ചില്ലറ പൈസയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ പേഴ്സ് ഉണ്ടല്ലോ, അതും വെക്കാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് മേടിച്ചായിരുന്നു. ഇതിപ്പോൾ മേടിച്ചിട്ട് വന്നേ ഉള്ളൂ. ഇത് കാറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ബാഗാണ്. ഇത് 440 രൂപയ്ക്ക് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചാണ്. ഇപ്പോൾ ഞാനും ചേട്ടനും കൂടെ പോയി മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇതിന് 1, 2, 3, 4 കള്ളിയാണുള്ളത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം വെക്കാനുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പേഴ്സാണ്. പേഴ്സിൻ്റെ അകത്ത് കുറച്ച് പൈസ ഉണ്ട്. പിന്നെ എൻ്റെ ആധാർ കാർഡ് എടുത്ത് വെക്കണം കേട്ടോ, ആ കാര്യം ഞാൻ മറന്നു പോകും മിക്കവാറും. അത് പിന്നെ ഈ ഫയലിൻ്റെ അകത്തുണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ ആദ്യം പേഴ്സിൻ്റെ അകത്ത് കുറച്ച് ലിപ് ബാം, ലിപ്സ്റ്റിക്, പിന്നെ നമ്മുടെ ഇത്, പിന്നെ ഈ ഒരു ലിപ് ബാം, പിന്നെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വെക്കാനുള്ളത് ഈ പേന. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ ഒരു ബാഗിൻ്റെ അകത്ത് നിന്ന് വെക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. ഇതെല്ലാം നമുക്ക് ഇതിന് സൈഡിലൊരു കള്ളിയുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് വെക്കാം. പിന്നെ ഈ പേനയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടേ സെപ്പറേറ്റ് ഒരു കള്ളിയുണ്ട്. ഇവിടെ കണ്ടോ, ഇതിൻ്റെ അകത്ത് ഒരു കള്ളിയുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പേനയൊക്കെ വെക്കാം. 2
സൺസ്ക്രീൻ. ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് വെച്ചേക്കാം. ഇനി ഒരുപാട് വെയിറ്റ് ആയി കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ബാഗ് ഇപ്പോൾ പാക്ക് ചെയ്തു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ചില്ലറയുണ്ട്, നമ്മുടെ പേഴ്സും ഉണ്ട്. അപ്പം നമ്മൾ ഈ ട്രെയിനിലൊക്കെ ചായയൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചായ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് പൈസ എടുക്കാൻ പറ്റുന്ന ചായ. അപ്പോൾ ഈ സംഭവം നമുക്കിനി ബാഗിൽ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഗായ്സ് നമുക്ക് ഈ കള്ളിക്കകത്ത് ആ കള്ളിക്കകത്ത് നമ്മുടെ എന്താ പേരെന്താ റിംഗ്, ഇപ്പം നമ്മൾ ഈ വെച്ചേക്കണ ഈ സ്റ്റാൻഡും റിംഗ് ലൈറ്റും ഒക്കെയാണ് വെക്കാനായിട്ടുള്ളത്. അത് പിന്നെ നമുക്ക് വെക്കാം. അപ്പം ഇത് നമുക്ക് തിരിച്ച് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പം ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചേക്കാണ്. ഇത് നമുക്ക് മാറ്റിയിട്ട് ആദ്യം നമ്മുടെ ഫയലും കാര്യങ്ങളെല്ലാം വെക്കാം. ഫയലിൻ്റെ അകത്ത് ആദ്യം നമ്മുടെ ആധാർ കാർഡ് ഉണ്ടല്ലോ, ഇതെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഈ ആധാർ കാർഡ് എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാം. ബിക്കോസ് TTR വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമുക്ക് അത് എടുത്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ ലിപ്സ്റ്റിക്, പിന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് മറ്റേ ട്രാവൽ ബാഗിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു 2 ബുക്കുണ്ട്, ഇത് നമുക്ക് ഈ പെട്ടിക്കകത്ത് വെക്കാം. പിന്നെ കുറച്ച് ഡ്രസ്സ് നമുക്ക് മറ്റേ ട്രാവൽ ബാഗിൻ്റെ അകത്ത് വെക്കാം. ഇപ്പോൾ തൽക്കാലം ഉള്ള ഡ്രസ്സ് പിന്നെ ഇന്ന് ഞാൻ ഇടുന്നത് ഈ ഒരു ബനിയൻ, ഈ ഒരു പാൻറ്, ഈ ഒരു സോക്സ്, പിന്നെ എന്താ ഇടുക, ബനിയൻ്റെ മേലിൽ എന്തെങ്കിലും ഒരു ഷർട്ട് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഓവറാക്കണ്ടല്ലേ? ഓവറാക്കണമെങ്കിൽ ഓവറാക്കാൻ, എന്നാൽ പിന്നെ ഇതിടാം. ഓക്കെ, അപ്പം ഇത്രയും സംഭവങ്ങളാണ്. ആ വീട് പണ്ടാരടങ്ങുന്നാലും സാരമില്ല. നമുക്ക് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തോട്ടാക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രാവൽ ബാഗിൻ്റെ അകത്തോട്ട് ഈ ബാക്കി എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം ആദ്യം. നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രാവൽ ബാഗ്. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാരിക്കൂട്ടി അതിൻ്റെ അകത്തിട്ടിടാം. ഞാൻ അങ്ങനെ പണ്ടൊക്കെ ഞാനിങ്ങനെ എന്താ പറയുക, കുറച്ച് സമയം എടുത്ത് എല്ലാം നേരത്തെ തന്നെ അടുക്കി വെക്കുമായിരുന്നു. ഇപ്പം എനിക്കെന്തോ അത്തരം ഒരു സ്വഭാവം തീരെയില്ല. പക്ഷെ ഞാൻ ചെയ്യുന്ന ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടേക്കെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഡയറി എടുക്കുക, അതിനകത്ത് എഴുതി വെക്കും എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതെല്ലാം നോക്കും ഞാൻ അതെല്ലാം എടുത്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ആ സംഭവം ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാം ഈ സംഭവങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്തോട്ട് മാറ്റാം. പിന്നെ എൻ്റെ ബ്രഷ് എടുക്കാൻ മറക്കരുത് കേട്ടോ ഗൈസ്. ഇതൊക്കെ നമുക്ക് ഒരു സിപ്പ് ലോക്കിൻ്റെ അകത്താക്കിയിട്ട് വെക്കാം, അതായിരിക്കും നല്ല. ഗൈസ്, നിങ്ങളെൻ്റെ കോലം കണ്ടിട്ട് പേടിക്കരുത്. ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു. ഇനി ഇതെല്ലാം എടുത്തു വെച്ചിട്ടാണ് എനിക്ക് പോയി കുളിക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും വേർക്കും. ഒന്നാമത് ഇപ്പം നല്ല ചൂടാണ്. അപ്പം ഇത് സാധനങ്ങളെല്ലാം നമുക്ക് ഇതിനകത്തോട്ട് വാരി കിട്ടാം. ഞാൻ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് അവിടെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് DIY ചെയ്യാനായിട്ട് ബ്രൂ. അപ്പോൾ ഗൈസ്, ഞാൻ ഇതിൻ്റെ അകത്ത് ഷൂ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു ബെഡ്ഷീറ്റും എൻ്റെ ഇതും എടുത്ത് വെക്കണം. നമ്മുടെ ടവല് അതും വെച്ചു. ഇനി നമുക്ക് ഇത് ഞാൻ ഇച്ചിരി മുമ്പ് എടുത്തു വെച്ചില്ലായിരുന്നോ നമ്മുടെ മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ, അതെല്ലാം കൂടി ഞാൻ ഒന്ന് പൊതിഞ്ഞു. അത് പിന്നെ ഇത് നമ്മുടെ ചക്ക വറുത്തതാണ്. അയ്യോ, അത് പൊതിയണമെന്ന് ഞാൻ കാണിക്കാൻ മറന്നു. ഒരു ചക്ക വറുത്തതും
പിന്നെ ചിപ്സുമാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, പിന്നെ അച്ചാറുണ്ട്. ഇത്ര സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പം എല്ലാം നമ്മൾ എടുത്തു. നമ്മുടെ പാക്കിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്നല്ല, കഴിഞ്ഞു. ഇനി ഇതും കൂടെ എടുക്കണം. ഇത് ആക്ച്വലി ഞാൻ ഇവിടേക്ക് മേടിച്ചതാണ്, പക്ഷെ എൻ്റെ കയ്യിലും ഇതൊന്നും ഇല്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ആവശ്യം വരും. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതങ്ങ് കൊണ്ടുപോയേക്കാന്ന്, പിന്നെ ഇതും കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് അത് രണ്ടും നമ്മൾ ബാഗിലാക്കി ബാഗ് പാക്ക് ചെയ്യുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ പാക്കിങ് കംപ്ലീറ്റ് ആയി. അനന്തു, നീ ബാഗ് കാണുന്നുണ്ടെങ്കിൽ ഐ ആം ദി സോറി അളിയാ, ഞാൻ വീണ്ടും പറയുകയാണ്. അപ്പം ഇനി നമുക്ക് ഈ റിംഗ് ലൈറ്റും കൂടെ ഇതിൻ്റെ അകത്തോട്ടാക്കണം. നമ്മുടെ ഈ പെട്ടി ഇതെങ്ങനെ ഇതിങ്ങനെ ടയർ ഉള്ളത് കൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഉരുട്ടാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പോകുന്ന വഴിയൊന്നും ഞാൻ ഇനി വേറെ വീഡിയോ ഒന്നും ഉൾപ്പെടുത്തത്തില്ല. പിന്നെ ഞാൻ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് വേണ്ട, അത് വേറെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഉൾപ്പെടുത്താം. നെക്സ്റ്റ് വ്ലോഗ് ചിലപ്പം അതായിരിക്കും. ഇനി കളികൾ അങ്ങ് ബാംഗ്ലൂരിൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളത് എൻ്റെ ബാഗ് പാക്കിംഗ് ഡേ, അല്ലെങ്കിൽ എൻ്റെ ബാഗ് പാക്കിംഗ് ആണ് ഇപ്പം ഞാൻ കാണിച്ചത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് താല്പര്യമൊന്നുമില്ല. പക്ഷേ നമുക്കിവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മൾ ആ സാഹചര്യത്തിനോട് പൊരുത്തപ്പെട്ടല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മൾ പോയേ മതിയാകൂ. ചില സ്വപ്നങ്ങളൊക്കെ അതിനുവേണ്ടി പുറകെ നടക്കുമ്പോഴത്തേക്കും ചിലതൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചിലതൊന്നല്ല, ഞാൻ ഒരുപാട് വെറുപ്പിക്കുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ. ഇത് ചിലപ്പോൾ യൂട്യൂബിൽ വരുന്നതായിരിക്കും, എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. സോറി.